നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് അഭിമാനമായ പ്രമുഖ വ്യവസായി യൂസഫ് അലി വീണ്ടും ഗാന്ധി ഭവനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പുതുവർഷത്തിൽ ഗാന്ധി ഭവന് മറ്റൊരു വലിയ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 1300ഓളം അഗതികൾക്ക് അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി MA യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് ക്രിസ്മസ് ദിനത്തിൽ ശിലയിട്ടു. ഗാന്ധി ഭവൻ സ്ഥാപകരും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്തേവാസികളായ ചലച്ചിത്ര നടൻ TP മാധവൻ അടക്കം മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ MA യൂസഫ് അലിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഗാന്ധി ഭവനിലെ 300-ലധികം അമ്മമാർക്ക് താമസിക്കുവാൻ 15 കോടിയിലധികം തുക മുടക്കി യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത്. 300ഓളം അന്തേവാസികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ 20 കോടിയോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ. 3 നിലകളായാണ് നിർമ്മാണം. മുകളിലായി 700 പേർക്ക് ഇരിക്കാവുന്ന പ്രാർത്ഥനാ ഹാളും ഉണ്ടാകും. അടിയന്തര ശുശ്രൂഷ സംവിധാനങ്ങൾ, പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ, ഫാർമസി, ലബോറട്ടറി, ലൈബ്രറി, ഡൈനിങ് ഹാൾ, ലിഫ്റ്റുകൾ, 3 മതസ്ഥർക്കും പ്രത്യേകം പ്രാർത്ഥനാ മുറികൾ, ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ, ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഓഫീസ് സംവിധാനങ്ങൾ, കിടക്കകൾ, ഫർണിച്ചറുകൾ എന്നിവയിലെല്ലാം അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് യൂസഫ് അലി പ്രഖ്യാപിക്കുകയായിരുന്നു. ഗാന്ധി ഭവനിലെത്തിയ യൂസഫ് അലിയെ അമ്മമാർ പുഷ്പങ്ങൾ നൽകിയും കുട്ടികൾ ബാൻഡ് മേളത്തോടെയുമാണ് സ്വീകരിച്ചത്. അദ്ദേഹം കേക്ക് മുറിച്ച് അമ്മമാർക്ക് നൽകി ക്രിസ്മസ് സന്തോഷം പങ്കിടുകയും ചെയ്തു. ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കുമെല്ലാം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്ന ശേഷമാണ് MA യൂസഫ് അലി മടങ്ങിയത്. ശിലാസ്ഥാപന ചടങ്ങിൽ യൂസഫ് അലിക്കൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ മാനേജർ V നന്ദകുമാർ, ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ്, മീഡിയ ഹെഡ് ബിജു കൊട്ടാരത്തിൽ, യൂസഫ് അലിയുടെ സെക്രട്ടറി EA ഹാരിസ്, തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയി ശതാനന്ദൻ, മീഡിയ കോർഡിനേറ്റർ NB സ്വരാജ്, ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ PS അമൽരാജ് എന്നിവരും പങ്കെടുത്തു. സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹുറൂൺ ഇന്ത്യയും എഡൽഗീവ് ഫൗണ്ടേഷനും ചേർന്ന് തയ്യാറാക്കിയ ജീവകാരുണ്യ പട്ടികയിൽ മലയാളികളായ 10 പേർ ഇടം പിടിച്ചിരുന്നു. സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കായി സമ്പത്ത് ചെലവിടുന്നതിൽ ഇത്തവണയും മലയാളികളിൽ മുന്നിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തന്നെയാണ്. 107 കോടി രൂപയാണ് അദ്ദേഹം 1 വർഷം കൊണ്ട് ചിലവിട്ടത്. മലയാളികളിൽ ഇൻഫോസിസ് സഹകരണ സ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ 93 കോടിയുമായി 2ാം സ്ഥാനത്തും, വിഗാർഡ് സ്ഥാപകൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി 82 കോടിയുമായി 3ാം സ്ഥാനത്തുമാണ്. ഫോബ്സിന്റെ സമ്പന്നരായ മലയാളികളുടെ പട്ടികയിലും 1ാം സ്ഥാനത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി തന്നെയായിരുന്നു. 59,000 കോടിയാണ് ഫോബ്സിന്റെ കണക്ക് പ്രകാരം യൂസഫ് അലിയുടെ ആസ്തി. സമ്പന്ന ഇന്ത്യക്കാരുടെ ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം 35ാം സ്ഥാനത്തായിരുന്ന യൂസഫ് അലി ഇത്തവണ 27ാം സ്ഥാനത്താണ്. ജോയി ആലുക്കാസ് ആണ് മലയാളികളിൽ 2ാമതുള്ളത്. 36,000 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിലാണ് 3ാം സ്ഥാനത്ത് ഉള്ളത്.